സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ചേച്ചിയുടെ ഡ്രസ്സിങ്ങിൽ ഭയങ്കര ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അദ്ദേഹം എന്നിൽ നിന്ന് പോയിട്ടില്ല. ഇനി ആരെന്തൊക്കെ പറഞ്ഞാൽ അത് പോകത്തു. മരിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, നമ്മൾ മരിച്ചു പോയിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് സുധിച്ചേട്ടൻ ഇപ്പം സുധിച്ചേട്ടൻ്റെ സോള് സന്തോഷിക്കുന്നുണ്ടാവാം. വിഷു ഷൂട്ടിന്റെ ഫോട്ടോസാണ്. വാവ്, പൊളി. വയറ് കാണിച്ചാണോ എക്സ്പോസ്? ചെയ്തിട്ടുണ്ട്. അതെനിക്ക് എൻ്റെ കംഫർട്ടബിലിറ്റിയിലുള്ള ഒരു എക്സ്പോസിങ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറിനനുസരിച്ച് അല്ലെ ആ ഒരു ഫോട്ടോഷൂട്ടിനനുസരിച്ച് എനിക്ക് കംഫർട്ടായിട്ടുള്ളത് ഞാൻ ചെയ്യും. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടിന് സമ്മതിക്കുമായിരുന്നോ? സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സുധിച്ചേട്ടൻ ഇല്ലല്ലോ. പിന്നെ സുധിച്ചേട്ടനെ വിറ്റ് കാശാക്കുന്നു എന്ന് പറയുന്നത് എവിടെ ചെന്ന് വിൽക്കാനാ ഞാൻ? എനിക്ക് ഇൻസ്റ്റയെന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഒരു വരുമാനവും കിട്ടുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഞാൻ ഇടും ഇതൊട്ട് ഒരിക്കലും മാറ്റത്തില്ല. അത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഇടണോ? രേണു സുധി മാറ്റുന്നില്ല. എൻ്റെ ശരീരം, എൻ്റെ ഡ്രസ്സ്, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം, എൻ്റെ ശരീരത്തിന് യോജിക്കുന്ന ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അതിപ്പം മറ്റുള്ളവരുടെ കണ്ണി കുരുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ പറയുന്ന ഡ്രസ്സ് അവരിടുവോ? അപ്പോൾ എനിക്കിഷ്ടമുള്ള ഡ്രസ്സല്ലേ ഞാൻ ഇടുന്നത്. സുധിച്ചേട്ടനുള്ളപ്പം ഞാൻ ഇതുപോലെ അല്ലെങ്കിൽ ഇത്രയുള്ള ഡ്രസ്സ് ഇട്ടിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? എനിക്ക് പറയാനുള്ളത്, എന്നെ ഇനിയും ഫോട്ടോഷൂട്ടിന് ആര് വിളിച്ചാലും ഞാൻ ചെയ്യും. നെഗറ്റീവ് കമന്റ്സ് ഒന്നും ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം ഇങ്ങനെ നോക്കും, നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു സൈക്കോ പോലെ ആയിപ്പോയി. സന്തോഷമാണ് ഉള്ളിന്ന് നമുക്ക് വരുന്നത്. ഓ, ഇത് നെഗറ്റീവ് ഇല്ലേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോഴാണ് അതിനകത്തൊരു കമന്റ്, വിദഗ്ധർ ഒന്നും വന്നില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് പറയുന്നത്. ഋതുക്കുട്ടന് ഇപ്പോഴും അച്ഛനെ തിരക്കാറുണ്ടാവും. അവനറിയാടാ മരിച്ചു പോയെന്ന്. അമ്മ ഇനി കരയല്ലേ കേട്ടോ, അമ്മ ഞാൻ തന്നെ അച്ഛൻ, ഞാൻ തന്നെ സുധി, കരയരുത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇങ്ങനെ വിഷമിക്കുമ്പോൾ പിന്നെ വിഷമിച്ചിട്ട് എന്നാ കാര്യം, എന്നെ പ്രയോജനം. ചേച്ചിയെ മനഃപൂർവ്വം മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നട്ടാക്കുരക്കാത്ത കള്ളങ്ങളും വൃത്തികേടും. മരിച്ച സുധിച്ചേട്ടൻ എഴുന്നേറ്റ് വന്ന് അവന്റെ ചെവിക്കല് പറിച്ചടിക്കും. അതുപോലത്തെ അമ്മാതിരി വൃത്തികേട്. ഞാൻ ഐശ്വര്യ റോയ് അല്ലാത്തത് കൊണ്ട് എനിക്ക് അഭിനയിക്കണ്ടേ? എന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാതിരിക്കണം. അതെന്റെ ഇഷ്ടമല്ലേ? ചേച്ചിയുടെ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്? അവനൊരു അഭിപ്രായം പറയാറില്ല. അഭിപ്രായം പറയാനോ സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ് ചെയ്യാനോ ഒന്നും. അങ്ങനെ ഓരോരുത്തർ പറയും, നീ ഇത്രയും മകൻ സപ്പോർട്ടുണ്ട്, അവൻ എന്തിനാണ്, അവൻ ലൈക്കൊന്നും ചെയ്യുന്നില്ലല്ലോ, കമന്റ് ചെയ്യുന്നില്ലല്ലോ കിച്ചു. ഞാൻ ചോദിക്കട്ടെ, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്തിനാ? സോഷ്യൽ മീഡിയ കാണിച്ചോണ്ടാണ് ബന്ധം. അതാണ് ബന്ധം. ഇപ്പൊ ഞങ്ങൾക്ക് സൗകര്യമില്ല അങ്ങനെ സോഷ്യൽ മീഡിയ വഴി ബന്ധം കാണിക്കാൻ. എനിക്ക് സുധിച്ചേട്ടൻ അത് അന്ന് എനിക്ക് കൊണ്ട് തന്ന കിച്ചു ഇന്നും എൻ്റെ കിച്ചു തന്നെയാണ്.